മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവിടെ നമ്മൾ ദൈവവചനം ഇങ്ങനെ വായിക്കുന്നു: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ വേദവാക്യം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, കരുണ ഒട്ടുമില്ലാത്ത മനുഷ്യരാരും തന്നെ ഈ ലോകത്തിൽ അങ്ങനെ ഇല്ലെന്ന് പറയാം. വളരെ ചുരുക്കം, ചിലപ്പം ആരെങ്കിലും കണ്ടേക്കാം. ഈ തീവ്രവാദികൾ, അങ്ങനെ സൂയിസൈഡ് ബോംബേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളവരെ വേണമെങ്കിൽ നമ്മൾ ഒട്ടും കരുണയില്ലാത്തവരുടെ ഗണത്തിൽപ്പെടുത്താം. അല്ലാതെ സാധാരണ മനുഷ്യർ മിക്കവരും കുറച്ചെങ്കിലുമൊക്കെ കരുണയുള്ളവരാണ്. പക്ഷെ ഇവിടെ ദൈവവചനത്തിൽ യേശു കരുണയുള്ളവർ എന്ന് പറയുമ്പോൾ അവർ ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചറിഞ്ഞ് അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ കരുണ കാണിക്കുന്നവരാണ്. അതായത് ദൈവം നമ്മളോട് എത്ര ദയാലുവാണ്. ശരിക്കും ചിന്തിച്ചാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും എത്രയോ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നു. കാരണം നമ്മുടെ പ്രവൃത്തികളിലോ സംസാരത്തിലോ കൊടുക്കൽ വാങ്ങലിലോ വരുന്ന പാപം മാത്രമല്ല, ഹൃദയത്തിലെ ചിന്തകൾ ശരിയല്ലെങ്കിൽ അതുവരെ ദൈവം പാപമായിട്ട് കണക്കിടുന്നു. അങ്ങനെ ഉള്ള ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നോക്കുമ്പം സകല മനുഷ്യരും പാപികൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരുപക്ഷെ യേശുക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവുമായിട്ട് നേർപ്പ് പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന വ്യക്തികളാണെങ്കിൽ കൂടി അവരിലും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരുപാട് പാപ സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കരുണയുള്ളവരായിരിക്കണം. നമ്മൾ മറ്റുള്ള മനുഷ്യരോട് 100% കരുണ കാണിക്കുന്നവരുമായിരിക്കണം. കാരണം അല്ലെങ്കിൽ ദൈവം നമ്മളോട് പാപം ക്ഷമിച്ചത് നമ്മൾ കണക്കിടാതെ വന്നാൽ നമ്മൾ പിന്നെയും ദൈവത്തിന് മുൻപാകെ കുറ്റക്കാരാവും. അതുകൊണ്ട് ആ ഒരു വെളിപാടിൽ ദൈവം എൻ്റെ സകല പാപങ്ങളും ക്ഷമിച്ചതാണ്, ഇപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും എൻ്റെ സഹ വിശ്വാസികളോട്, അല്ലെങ്കിൽ സഹപൗരന്മാരോട്, അയൽവാസികളോട്, കൂടെ ജോലി ചെയ്യുന്നവരോട്, കുടുംബത്തുള്ളവരോട്, മക്കളോട് എല്ലാം നമ്മൾ കരുണയുള്ളവരായിരിക്കണം. അങ്ങനെ ആ ദൈവത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മളെക്കുറിച്ച് ദൈവം നമ്മളോട് ചെയ്ത ആ ദയയും കരുണയും ഓർത്ത് മറ്റുള്ളവരോട് കരുണയുള്ളവരാണ് ഇവിടെ ഭാഗ്യവാന്മാരെന്ന് യേശു പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചുകൂടെ വചനം നോക്കാം. മത്തായിയുടെ സുവിശേഷം തന്നെ അതിൻ്റെ 18-ാം അധ്യായം 23 മുതൽ 35 വരെ. ഇവിടെ യേശു പറയുന്നൊരു ഉപമയാണ്. അവിടെ 23 വായിക്കുന്നു: സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായ്കയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. 29-ാം വാക്യത്തിൽ അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. അടുത്ത വാക്യം: എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കിച്ചു. ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കാൻ ഞാൻ ആ കടം ഒക്കെയും ഇളച്ചു തന്നുവല്ലോ. 33 എനിക്ക് നിന്നോട് കരുണ തോന്നിയ പോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നണമല്ലയോ എന്ന് പറഞ്ഞു. 34-ാം വാക്യം: അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ
സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഈ യേശു പറഞ്ഞ ഈ ഒരു ഉപമ, ഇത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതായത് ആ ഒരു ദാസൻ യജമാനോട് തൻ്റെ കടം വീട്ടാൻ വകയില്ലാത്തതുകൊണ്ട് താണു വീണ് അപേക്ഷിച്ച് യജമാനൻ അവൻ്റെ കടം മുഴുവൻ അടച്ചു കൊടുത്തു. അതിന് ശേഷം അവൻ പോയി മറ്റൊരു കൂട്ടുദാസനെ, ഈ കൂട്ടുദാസൻ വളരെ നിസ്സാര തുകയാണ് അവന് കടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ യജമാൻ്റെ കയ്യിൽ നിന്ന് വലിയ കടം ഇളച്ചു കിട്ടിയ ആ ദാസൻ അവനെ വചനം വിളിക്കുന്നത് നമ്മൾ കണ്ടു, ദുഷ്ടദാസൻ എന്നാണ്. അവൻ്റെ കടം ഇളച്ചു കിട്ടിയത് മറന്നിട്ട്, അല്ലെങ്കിൽ അത് കണക്കാക്കാതെ കൂട്ടുദാസൻ നിസ്സാര പൈസ കൊടുക്കാനുള്ളവനെ കഴുത്തിന് പിടിച്ച് ഞെക്കി അവനോട് കടം തീർക്കോളം അവനെ തടവിലാക്കിയെന്നാണ് വായിക്കുന്നത്. അതിനുശേഷം നമ്മൾ വായിക്കുന്നു, യജമാനൻ കോപിച്ച് അവനെ പിടിച്ച് അവൻ്റെ കടം തീർക്കോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പം അതുകൊണ്ട് നമ്മളും നമ്മുടെ പാപങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാതെ ഇരുന്നാൽ ദൈവം ഇത് തന്നെ നമ്മളോടും ചെയ്യുമെന്നാണ് വചനം പറയുന്നത്. അതായത് നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അതായത് നമ്മളുടെ പാപങ്ങൾ, നമ്മുടെ ആര് എന്ത് ദോഷം ചെയ്താലും നമ്മളത് അവരോട് ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു കടവും ഒരു പാപവും ദൈവവും ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു വചനം നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ എടുക്കാം. കർത്താവായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് ദൈവം എന്തുമാത്രം ഞങ്ങളുടെ കടവും പാപവും എല്ലാം ഇളച്ചു തന്നു എന്നുള്ളത് ഞങ്ങളെ മനസ്സിലാക്കി തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളോട് ഏതെങ്കിലും രീതിയിൽ കടപ്പെട്ടവരോട്, ദോഷം ചെയ്തവരോട് ഞങ്ങളും യാതൊരു ദോഷവും കണക്കിടാതെ അവരോട് സകലതും ക്ഷമിച്ച് ദൈവം ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ കർത്താവ് ഞങ്ങളെ ആത്മാവിൽ പ്രേരിപ്പിക്കുമ്പോൾ അതനുസരിച്ച് ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് ഇത് കേൾക്കുന്ന സകലരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങ് ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.